പ്രകൃതിയിലെ കലാസ്നേഹികളെ, അശ്വിനി കലാസംഘം അവതരിപ്പിക്കുന്ന നൃത്തസംഗീത നാടകം ആരംഭിക്കുന്നു. അതിനു മുന്നേ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവരൊന്ന് പരിചയപ്പെടുത്താം. രംഗസജ്ജീകരണം രാജ്യൻ, ചമയം ശ്രീശങ്കര തൃശൂർ, മേക്കപ്പ് രാധു ഉച്ചന്നിപാടം, എഡിറ്റിംഗ് ഡബ്ബിംഗ് പശ്ചാത്തല സംഗീതം ബെൻസ് പൂങ്കുന്നം, ശ്രീജു കുട്ടനല്ലൂർ. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മഹാരാജാവ് ഡോക്ടർ ഷിജിൻ, രാജഗുരു ഡോക്ടർ ഗോപിനാഥ്, സേനാധിപൻ ഡോക്ടർ പ്രമോദ്, മഹാറാണി ഡോക്ടർ രാജി ബെഞ്ചമിൻ, രാജകുമാരി ഡോക്ടർ ഉത്തര, മന്ത്രി നൗഷാദ്, ഭടൻ സന്തോഷ് പാട്ടുരാക്കൽ ആൻഡോ വരടിയം, പ്രജ രാജ്യൻ, തോഴി ജൻസി, കൊട്ടാരം നർത്തകന്മാർ ജൻസി ജോളി. നാടകരചന സംവിധാനം നന്ദൻസ് അയ്യന്തോൾ. അനന്തപുരിയിലെ സൂര്യോദയം. എന്റെ ശത്രു, എന്തൊരു അംഗമാണിത്! നമ്മുടെ മഹാരാജാവ് തിരുമനസ് ഇത് വല്ലെന്നും അറിയുന്നുണ്ടോ? അതെ അതെ, അതിന് മഹാരാജാവ് തിരുമനസിന് രാജ്യം ഭരിക്കാനല്ലോ നേരം. ചതുരംഗവും നായാട്ടും മറ്റ് പല വിനോദങ്ങളിലല്ലേ ആനന്ദം. എന്തൊരാനന്ദം! നമ്മുടെ രാജകുമാരി ഉദ്യാനത്തിൽ തോഴിമാരുമായി പാട്ടും നൃത്തമായി ഉല്ലസിക്കുന്നത് ചന്തത്തോടെ നാം കണ്ടു നിന്നില്ലേ? അതില് ഇപ്പൊ എന്താ പ്രത്യേകത ശത്രു? എന്റെ പൊന്നു ശുക്ര, നാം ഉദ്യാനത്തിലെ പാട്ടും നൃത്തം കാണുന്നതിനിടയിൽ രാജകുമാരുടെ തോഴിയില്ലേ ആ ശകുന്തള, കണ്ടിട്ടുണ്ട്. ഇടം കണ്ണുകൊണ്ട് എന്നെ ഒരു നോട്ടം. എന്തൊരു നോട്ടം! എന്റെ ശുക്ര, ഞാനങ്ങ് കോരി തരിച്ചു നിന്ന് പോയി. ആ നോട്ടം, ആ ഭാവം, ഭാവക്കാരൻ അരയന്നെ പിട പോലെ കുണുങ്ങിയുള്ള ആ നടത്തം. ഓ, ആ ഒരു നിമിഷം അനന്തപുരി രാജകൊട്ടാരത്തിലെ ഒരു രാജകുമാരനായി പോയി ഞാൻ. രാജകുമാരൻ. രാജ്യത്തെ രാജകൽപ്പനയൊന്നും മറന്നിട്ടില്ലല്ലോ. മഹാരാജൻ ഇതെങ്ങാനും അറിഞ്ഞാൽ ശിരസ് കാണുകയില്ല. കൊട്ടാരം കാവലക്കാരായ നമുക്ക് സ്വപ്നം കാണുവാനുള്ള അനുവാദമില്ലേ? പ്രജകളും കൊട്ടാര കാവൽക്കാർക്കും സ്വപ്നം കാണാം. പക്ഷേ രാജനീതിയും രാജകൽപ്പനയും മറന്ന് രാജ്യത്ത് വസിക്കാൻ പാടില്ല. അതാണ് അനന്തപുരിയിലെ ഇന്നലെ വരെയുള്ള രാജകൽപ്പന. ഇത് മറക്കണ്ട. അനന്തപുരി മഹാരാജൻ നീണാൾ വാഴട്ടെ.
പൊന്നു തമ്പുരാൻ, നീണാൾ വാഴട്ടെ, മഹാരാജൻ നീണാൾ വാഴട്ടെ, തമ്പുരാൻ നീണാൾ വാഴട്ടെ, മഹാരാജൻ നീണാൾ വാഴട്ടെ. സേനാധിപൻ പ്രഭു, ഇന്ന് നാം അതീവ സന്തുഷ്ടനാണ്. നമ്മുടെ രാജ്യം കൊടുമലക്കൂട്ടത്തെ അടിയറ വെപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും നാം സൂക്ഷിച്ചിരിക്കുന്നു. ശരിയാണ് പ്രഭു. നമ്മുടെ കാലാൾപ്പടയും കുതിരപ്പടയും കൊടുമലക്കൂട്ടത്തിന് ഇനി ഒരു അംഗത്തിന് ചുവടുറപ്പിക്കുവാൻ കഴിയാത്ത വിധം കോട്ടമതിൽ തീർത്തിരിക്കുന്നു. പക്ഷേ നാം ശ്രദ്ധിക്കണം. കൊടുമലക്കൂട്ടം ചതിയന്മാരാണ്. ഏത് നിമിഷവും ഏത് അടവ് ഉപയോഗിച്ചും അവർ രാജ്യത്ത് കടന്നു കയറാം, ആക്രമിക്കാം. രാജ്യത്ത് ഇനിയൊരു യുദ്ധം കാണുവാനോ പ്രജകളുടെ ദീനരോദനം കേൾക്കുവാനോ ഉള്ള മാനസികാവസ്ഥ നമുക്ക് ഇല്ലതാനും. അവിടുന്ന് രാജ്യത്തിന്റെ ഭരണ സംവിധാനം പ്രജകളുടെ ക്ഷേമത്തിനായി പൂർണ്ണസമയം ഉപയോഗിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? രാജ്യത്തിനോട് നന്ദിയുള്ളവരാണ് നമ്മുടെ പ്രജകൾ. പക്ഷേ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ അത്ര ഭദ്രമല്ല. ഇടയ്ക്കിടെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ചുങ്കം ചെലുത്തേണ്ടതായി വരുന്നു. ഈ സന്ദർഭത്തിൽ ഇവിടെ മന്ത്രിയും സേനാധിപനും ഭരണകാര്യങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഉത്തരവ് പ്രഭു. സാമ്പത്തിക കാര്യങ്ങളിൽ മന്ത്രിയുമായി കൂടിയാലോചിച്ച് വേണ്ടതെല്ലാം നാം ചെയ്തു കൊള്ളാം. മഹാരാജൻ അല്പം വിശ്രമിച്ചാലും. ആരെവിടെ? അടിയൻ പ്രഭു. കൊട്ടാരം നർത്തകിമാർ എവിടെ? ഇന്ന് ഈ രാജ്യസദസ് കൊട്ടാരം നർത്തകിമാരുടെ നൃത്ത ചുവടുകൾ കൊണ്ട് ആനന്ദമുഖരിതമാകണം. ഉത്തരവ് പ്രഭു. മഹാരാജൻ, അങ്ങ് യുദ്ധം ജയിച്ചുവോ? ജയിച്ചു മഹാറാണി. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് നാം ഉയർത്തിപ്പിടിച്ചത്. ശരിയാണ് മഹാറാണി. നമ്മുടെ സൈന്യത്തിന്റെ അംഗചുവടുകൾ കണ്ട് കൊടുമലക്കൂട്ടം അങ്ങ് വിറച്ചു നിന്നുപോയി. സേനാധിപ, ഈ അംഗത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച താങ്കളെ നാം അഭിനന്ദിക്കുന്നു. നൃത്തം തുടങ്ങട്ടെ. രാജ്യത്തിന്റെ ഈ വിജയം നാടും നാട്ടാരും അറിയട്ടെ. Kalangu takatiku talangu takatiku takatiki tatum ta kutana kutaje kutare kutajum takita jum takatariki takajum tatakutana kutaje kutare kutajum takita jum takatakita jum ta kutana kutajum takita jum tatakutana kutajum takatariki takata kutana kutajum takita jum tatakutana kutajum takatakita ta kutana kutajum tatakutana kutajum tajum tatajum kita
കിടതക തരികിടതും കിടതക തരികിടതും താ കുത്തന കുത്തജം തത്ത കുത്തന കുത്തജം തജ്ജം തജ്ജം താ കിടതക തരികിടതും താ കിടതക തരികിടതും താ കിടതക തരികിടതും താ കുത്തന കുത്തജം തത്ത കുത്തന കുത്തജം തജ്ജം തജ്ജം തക്ക ദിക്കു കിടതക തരികിടതും തക്ക ദിക്കു കിടതക തരികിടതും തക്കത്ത ദിക്കു കിടതക തരികിടതും. ശ്രേഷ്ഠാവേ, മഹാമന്ത്രി വന്നാലും ആയുഷ്മാൻ ഭവ. മഹാരാജൻ ഉരിയാടുന്നത് പോലെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിൽ വന്നാൽ അന്യദേശക്കാരും നമ്മളും തമ്മിലുള്ള ഉടമ്പടി എങ്ങനെ നടപ്പിലാക്കും? അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. കൊടുമലക്കൂട്ടത്തിന് ഈ രാജ്യത്തിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും നാം ചെയ്തു കൊടുക്കണം. അങ്ങനെ തുടരെയുള്ള ആക്രമണങ്ങളിൽ രാജ്യം ആടിയുലയും, രാജാവ് അടിയറവ് പറയും. ഈ സന്ദർഭം നോക്കി നാം രാജ്യം പിടിച്ചെടുക്കണം. അതെ, രാജ്യം നമ്മുടെ പക്ഷത്തേക്ക് വരണം. സമ്പത്തും സൈന്യവും നമ്മുടെ കൂടെയാവണം. മഹാരാജനെ തുറങ്കിൽ അടക്കണം. പക്ഷേ എല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം. രാജ്യം മുഴുവൻ മഹാരാജാവിന്റെ കൂടെയാണ്. എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ശിരസ് മരണക്കുഴിയിലായിരിക്കും. ഓർമ്മ വേണം. അറിയാം ശ്രേഷ്ഠാവേ, ഇതൊരു അഗ്നി പരീക്ഷണമാണ്. രാജ്യനീതിയും രാജ്യതന്ത്രവും തമ്മിലുള്ള അഗ്നി പരീക്ഷണം. രാജ്യത്ത് രാജ്യനീതിയും രാജ്യതന്ത്രവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സേനാധിപതിയുണ്ട്. ഈ സേനാധിപനെ മുൻനിർത്തി വേണം രാജ്യതന്ത്രം ഉപയോഗിക്കുവാൻ. മനസ്സിലായി ഗുരു. ഇനിയൊരു ചതി പറ്റില്ല. കൊടുമലക്കൂട്ടത്തിനെ നേരിൽ കണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാം. രാജകുമാരി പകൽക്കിനാവ് കാണുകയാണോ? രാജകുമാരൻ എത്തില്ലേ? കളിയാക്കതൊന്ന് പോ തോഴി. മന്ത്രി, രാജകുമാരിയും തോഴിമാരും ഉദ്യാനത്തിലുണ്ട്. നാം ഇരുവരും ഉരിയാടുന്നത് ശ്രമിച്ചാൽ നാം പ്രതീക്ഷിച്ചതെല്ലാം അസ്തമിക്കും. വളരെ ശരിയാണ് രാജഗുരു. ഈ യുദ്ധത്തിൽ കൊടുമലക്കൂട്ടത്തിന്റെ കാലാൽപ്പടയിൽ അനന്തപുരി രാജകൊട്ടാരം കത്തിയെരിഞ്ഞു തീരണം. എല്ലാം നാം പ്രതീക്ഷിച്ചതുപോലെ മംഗളമായി ഭവിക്കട്ടെ. അനുഗ്രഹിച്ചാലും. മംഗളം ഭവന്തു. രാജകുമാരി മെല്ലെ നിൽക്കൂ. പെണ്ണേ രാജകുമാരി, എന്റെ സ്വപ്നത്തിലെ പ്രണയിനിയാണ് നീ.
സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു. എന്റെ മംഗല ശ്രീകള മാല ചാർത്താൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു. സ്വപ്നലേഖേ നിന്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു. എന്റെ മംഗല ശ്രീകള മാല ചാർത്താൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു. ഇന്നെന്റെ ചിത്രഹർമ്മ്യ പൂമുഖത്തിരുന്നൊരി ഇന്ദ്രജാപം കുലച്ചു. അങ്ങ് വന്നിന്ദ്രജാപം കുലച്ചു. ഇന്നെന്റെ ചിത്രഹർമ്മ്യ പൂമുഖത്തിരുന്നൊരി ഇന്ദ്രജാപം കുലച്ചു. അങ്ങ് വന്നിന്ദ്രജാപം കുലച്ചു. ആവില്ലിൻ സ്വർണ്ണഞാണിൽ കൊടുക്കാൻ നീ നിന്റെ പൂവമ്പ് തരുമോ ഭൂമിപുത്രീ? ആര്യപുത്ര വരൂ, എന്റെ അർഘ്യപാദ്യാദികൾ സ്വീകരിക്കൂ. ഓ, 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 രാജകുമാരി, പ്രിയതമന്റെ പടയൊരുക്കവും അംഗകളരിയും എല്ലാം കഴിഞ്ഞോ? പെണ്ണെ രാജകുമാരി, പ്രജകൾക്കും ദേശത്തിനും ആപത്തുണ്ടാകുമ്പോൾ പ്രണയം നാം മറന്നുപോകും. അത് രാജ്യത്തിനോടുള്ള എന്റെ കടമയല്ലേ? ഓഹോ, സേനാനായകന് നന്നായി സംസാരിക്കുവാനും അറിയാം. പക്ഷേ അനന്തപുരി രാജ്യം ഭരിക്കുന്ന മഹാരാജന്റെ പുത്രിയാണ് നാം. രാജകുമാരി അപ്പോഴേക്കും പിണങ്ങിയോ? പിതാവും മഹാറാണിയും മാംഗല്യത്തിനുള്ള നേരമായെന്ന് പറയുന്നു. അന്യദേശത്തുള്ള മഹാവീരന്മാരെ കുറിയോല കൊടുത്ത് അറിയിക്കുന്നു. രാജകുമാരി, രാജകൊട്ടാരത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും പിതാവ് എന്ന നിലയിൽ അന്യദേശത്തു നിന്ന് വരനെ തേടുന്നത് നല്ല കാര്യമല്ലേ? അന്യദേശക്കാരായ രാജാക്കന്മാരുടെ മുന്നിൽ മാംഗല്യത്തിന് പുടവ മുറിക്കുവാൻ നിന്നു കൊടുക്കണമെന്നാണോ സേനാനായകൻ പറയുന്നത്? രാജകുമാരി, ഈ അനന്തപുരി രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കേണ്ടവളാണ്. അതുകൊണ്ട് നാം ഇഷ്ടമുള്ള രാജകുമാരനെ പ്രണയിക്കുവാൻ പാടില്ല എന്നാണോ ഊരിയാടുന്നത്? എന്നല്ല നാം പറഞ്ഞത്. ശത്രുക്കൾ രാത്രിയും പകലുമെന്നില്ലാതെ രാജ്യത്തെ കടന്ന് ആക്രമിക്കുവാൻ നിൽക്കുമ്പോൾ മാംഗല്യത്തിനെ കുറിച്ചും രാജകുമാരിയെ കുറിച്ചും നാം എങ്ങനെ ആലോചിക്കും? രാജ്യത്തിനകത്ത് ശത്രുക്കൾ നമ്മുടെ സദസ്സിൽ തന്നെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനിടയിൽ സ്വപ്നവും ജീവിതവും പടനിലത്ത് അണഞ്ഞു പോകരുത്. പുറത്തെന്താ ഒരു ആരവം? കുടമുലക്കൂട്ടം കാലാൽപ്പടയുമായി വന്നേ. എന്റെ ശുക്ര, അനന്തപുരി രാജകൊട്ടാരവുമായി യുദ്ധം കുറിക്കുവാൻ കൊടുമല കൂട്ടമല്ല 7 ദേശങ്ങൾ ഒരുമിച്ച് വന്നാലും നാം മുന്നിൽ നിന്ന് യുദ്ധം നയിക്കും. എന്റെ ശത്രു കളിയല്ല, കാര്യമാണ്. ആരോമർച്ചേകവരും ഉണ്ണിയാർച്ചയും 18 കളരിക്ക് ആശാന്മാരും അംഗം ജയിച്ച നാടാണിത്.
പാരമ്പര്യമായി അംഗച്ചേകവരുള്ള കുടുംബമാണ് എന്റേത്. എന്റെ ഇടതു മാറി ആ വലതു മാറി ഉള്ള കളരിപ്പയറ്റ് കണ്ടിട്ടുണ്ടോ? അതിനു മാത്രം ചേകവന്മാരുള്ള നാടാണോ ശത്രുവിൻ്റെത്? പിന്നല്ലേ, എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ 4 കളരിക്ക് ആശാനായിരുന്നു. അപ്പോൾ കൊടുമുലക്കൂട്ടത്തിനെ നേരിടുവാൻ ശത്രു മാത്രം മതിയെന്നാണോ സാരം? എന്താ ശുക്ര നിനക്കൊരു സംശയം? സംശയം ഇല്ലാതില്ല. എന്നാൽ നമുക്ക് ആ പയറ്റങ്ങ് പയറ്റിയാലോ? രാജസദസ്സിൽ വേണോ? ഇടംപിരി വലംപിരി 18 കളരിക്കാശാൻ പൂഴിക്കടകൻ. ആരെവിടെ? മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഒന്നു തമ്പുരാൻ നീണാൾ വാഴട്ടെ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഒന്നു തമ്പുരാൻ നീണാൾ വാഴട്ടെ. എന്താണ് നാം കാണുന്നത്? ഇത് രാജ്യസദസ്സോ കളരിയോ? അനന്തപുരി രാജ്യം നാഥനില്ലാത്ത കളരിയായി മാറാൻ നാം അനുവദിക്കില്ല. ക്ഷമിക്കണം പ്രഭു. രാജ്യത്തിന് അകത്തും പുറത്തും ശത്രുക്കൾ. നിങ്ങൾ ഇവിടെ കളിച്ചു രസിക്കുകയാണോ? രാജഗുരുവും സേനാധിപനും മന്ത്രിയുമെല്ലാം എവിടെ? അറിയില്ല പ്രഭു. എന്ത്? നിങ്ങൾ അനന്തപുരി രാജകൊട്ടാരത്തിന്റെ കൊട്ടാരം കാവൽക്കാർ തന്നെയല്ലേ? അതേ പ്രഭു. രാജഗുരുവിനോട് അമ്മയെ വന്ന് മുഖം കാണിക്കുവാൻ പറയൂ. ഉത്തരവ്. അടിയൻ. പ്രഭു, മുഖം കാണിക്കുവാൻ ആവശ്യപ്പെട്ടതായി അറിഞ്ഞു. ശ്രേഷ്ഠാവേ, ഉപവിഷ്ടനായാലും നാം എന്താണ് കാണുന്നത്? ഒറ്റ രാത്രി കൊണ്ട് അന്യദേശക്കാർ രാജ്യത്തിനകത്ത് എങ്ങനെ കടന്നുകയറി? പ്രഭു, അന്യദേശക്കാരുടെ ആൾക്കാർ കൊട്ടാരത്തിനകത്തും പുറത്തുമുണ്ടെന്ന് വേണം നാം അനുമാനിക്കാൻ. എന്ത്? രാജ്യത്തിനകത്ത് ശത്രുക്കളോ? അതേ പ്രഭു. രാജ്യസേവനവും ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന അനന്തപുരി കൊട്ടാരത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത കേട്ടുകേൾവി. ആരെവിടെ? ആരെവിടെ? മഹാരാജൻ, അനന്തപുരി രാജ്യത്തിനകത്ത് രാജ്യദ്രോഹം ചെയ്യുന്ന അന്യദേശക്കാരെ കണ്ടുപിടിച്ച് രാജ്യത്തിന് മാതൃക കാണിക്കുന്നവർക്ക് 1000 പൊൻപണം നൽകാമെന്ന് വിളംബരം ചെയ്യുക. ഉത്തരവ് പോലെ. പ്രഭു, അങ്ങ് ശാന്തനായാലും ഇന്ന് കൊടുമലക്കൂട്ടത്തെയും അന്യദേശ ശത്രുക്കളെയും നേരിടുവാൻ നമ്മുടെ കാലാൾപ്പടയ്ക്കോ മറ്റു സൈന്യത്തിനോ കഴിയില്ലെന്ന സത്യം മഹാരാജൻ മനസ്സിലാക്കണം. എന്ത്? രാജഗുരു എന്താണ് പറഞ്ഞു വരുന്നത്? ഇനി കൊടുമലക്കൂട്ടത്തിനും ചുങ്കം നൽകണമെന്നാണോ? ഇന്നത്തെ ഈ അവസ്ഥയിൽ കരാറുടമ്പടി പ്രകാരം യുദ്ധം ഒഴിവാക്കുന്നതായിരിക്കും രാജ്യത്തിന് അഭികാമ്യം. രാജതന്ത്രം പഠിച്ച രാജഗുരുവാണോ ഇത് പറയുന്നത്? പ്രഭു, നമ്മുടെ സർവ്വസൈന്യവും സന്നാഹങ്ങളും നാം ഉപയോഗിച്ചാലും യുദ്ധത്തിൽ നാം പരാജയപ്പെടും. അന്യദേശക്കാരുടെ വാൾമുനയിൽ നമ്മുടെ പ്രജകൾ കൊല്ലപ്പെടും.
ഇത് രാജ്യം വിഭജിക്കുവാൻ വരെ ഇടയാകും. ശ്രേഷ്ഠാവിൻ്റെ സന്ദേശം സൈന്യാധിപനും മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കാം. മഹാരാജൻ, ഈ വിഷയം സേനാധിപനുമായി ആലോചിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഉന്നമനത്തിനുമായി മുന്നിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയുമായിട്ടാണ് നാം സംസാരിക്കേണ്ടത്. രാജ്യത്തിൻ്റെ യോദ്ധാവായ സൈന്യാധിപൻ മുന്നിൽ നിന്ന് രാജ്യത്തെ നയിക്കുമ്പോൾ ഈ ഉടമ്പടി കരാർ എന്താണെന്ന് അറിയണ്ടേ? അങ്ങ് ഈ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും അറിയുന്നില്ല. പ്രഭു, ഈയിടെയായി സൈന്യാധിപന് മറ്റു രാജ്യങ്ങളുമായി സംശയിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്ത്? സൈന്യാധിപൻ അന്യദേശക്കാരുടെ ദൂതനായി പ്രവർത്തിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ പ്രഭു. രാജ്യദ്രോഹം, രാജ്യത്തിനും രാജനീതിക്കും മാപ്പ് കൊടുക്കുവാൻ പറ്റാത്ത തെറ്റ്. ആരെവിടെ? ആരെവിടെ? മഹാരാജൻ. മഹാരാജൻ, രാജ്യത്തിന് കളങ്കവും രാജ്യദ്രോഹവും ചെയ്ത സൈന്യാധിപനെ ഉടനെ കണ്ടെത്തണം. എന്നിട്ട് ആ രാജ്യദ്രോഹിയെ നിലാവ് വീഴാത്ത ഇരുട്ടറയ്ക്കുള്ളിൽ അടക്കണം. ഇത് അനന്തപുരി മഹാരാജാവിന്റെ രാജകൽപ്പനയാണ്. ഉത്തരവ്. മാനജനങ്ങൾ അറിയുവാൻ അനന്തപുരി മഹാരാജാവിന്റെ കൽപ്പന. ദേശത്തിനകത്ത് രാജ്യദ്രോഹവും കൃഷിക്കാരിൽ നിന്ന് ചുങ്കവും മറ്റും അന്യായമായി കൈപ്പറ്റുന്നത് അറിഞ്ഞാൽ നിങ്ങളെ ദേശദ്രോഹികളെന്ന് മുദ്രകുത്തി നാട് കടത്തുവാൻ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ശ്രേഷ്ഠാവേ, മന്ത്രി, നാം ഉദ്ദേശിച്ചതുപോലെ കൊടുമലക്കുങ്കനെ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഈശ്വരനിശ്ചയം. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് രാജ്യവും രാജാവും നമ്മുടെ മുമ്പിൽ കീഴടങ്ങണം. അതെ, അതിനു മുൻപ് ആ സേനാധിപന്റെ കഥ കഴിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവൂ. എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മഹാരാജാവിനെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം. തീർച്ചയായും. മഹാരാജൻ, മഹാരാജൻ ചതിച്ചു. രാജഗുരുവും മന്ത്രിയും രാജ്യത്തെ ഒറ്റിക്കൊടുത്തു. നാദാ, എന്തു പറ്റി? മഹാരാജൻ എവിടെ? നെറ്റിയിൽ മുറിവുണ്ടല്ലോ. എന്താണ് നടന്നതെന്ന് പറയൂ. ഒന്ന് പറയൂ രാജകുമാരൻ. രാജ്യത്തിനകത്ത് ശത്രുക്കൾ കടന്നുകൂടിയിരിക്കുന്നു. അവരുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാണ്. നമുക്ക് സൈന്യത്തെ സജ്ജരാക്കണം. അതിന് മഹാരാജന്റെ ഉത്തരവ് വേണം. മഹാരാജാവ് എവിടെ? എന്തിനാണ് ഈ യുദ്ധം? രാജ്യത്തിന്റെ അധികാരം നിലനിർത്തുവാനോ? പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചു വീഴുന്നു. ഈ മഹായുദ്ധം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഒരു യോദ്ധാവിന്റെ പ്രജകളെ സംരക്ഷിക്കുവാനുള്ള അവസാനത്തെ ആയുധമാണ് യുദ്ധം. കുമാരി,
പിതാവേ, കുമാരിക്ക് രാജ്യസദസ്സിൽ എന്ത് കാര്യം? അന്തഃപുരത്തിന്റെ അകത്തളത്തിൽ പോകൂ. മഹാരാജൻ, രാജ്യത്ത് അന്യദേശക്കാർ വിവിധ വേഷങ്ങളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഏത് സമയത്തും ആക്രമണമുണ്ടാകും. നാം നമ്മുടെ സൈന്യത്തെ സജ്ജമാക്കണം. ആരെവിടെ? ആരെവിടെ? ഈ രാജ്യദ്രോഹിയെ 7 രാവ് ഇരുട്ടറയ്ക്കുള്ളിൽ അടയ്ക്കുവാൻ നാം കൽപ്പിക്കുന്നു. മഹാരാജൻ, പിതാവേ, നാം എന്താണ് കാണുന്നത്? പുത്രി, ഇത് രാജ്യസദസ്സാണ്. ബന്ധവും സൗഹൃദവും നോക്കിയല്ല ഇവിടെ നീതി നടപ്പിലാക്കേണ്ടത്. പിതാവേ, ഇത് നീതിയല്ല, അനീതിയാണ്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു അച്ഛന്റെ മകനാണ് സേനാധിപൻ. മഹാരാജൻ, നാം രാജ്യത്തിന്റെ ഐക്യവും സംരക്ഷണവുമാണ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. കൊടുമലക്കൂട്ടം പായക്കപ്പലുമായി നമ്മുടെ ദേശത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. കാലാൾപ്പടയെയും കുതിരപ്പടയെയും നാം സജ്ജരാക്കണം. ആരെവിടെ? ആരെവിടെ? അടിയൻ പ്രഭു. ഈ രാജ്യദ്രോഹിയെ ഉടനെ കൊണ്ടുപോകൂ. തിരുമനസേ, എന്താണ് നാം കേൾക്കുന്നത്? രാജ്യം യുദ്ധഭീതിയിലോ? സേനാധിപനും രാജഗുരുവും മന്ത്രിയും എവിടെ? രാജ്യത്തെ രക്ഷിക്കാൻ പ്രാപ്തനായ സേനാധിപനെ ഇരുട്ടറയിൽ അടച്ചു. മഹാരാജൻ, എന്താണിത്? എന്ത് തെറ്റാണ് സേനാധിപൻ ചെയ്തത്? ഇവിടെയാണ് പിതാവിന് തെറ്റുപറ്റിയത്. അങ്ങ് ചെയ്തത് രാജ്യം വിഭജിക്കുന്നതിന് തുല്യമാണ്. ശത്രുക്കൾ കടന്നു വരാനുള്ള വഴി ഒരുക്കുകയാണ്. നമ്മുടെ രാജ്യവും രാജാധികാരവും സർവ്വതും അന്യദേശക്കാർ കൊള്ളയടിക്കുന്നു. രാജ്യത്തും രാജ്യദ്രോഹികൾ. എങ്ങനെ നാം ഇത് വിശ്വസിക്കും? തിരുമനസേ, അങ്ങ് അനന്തപുരി വാഴുന്ന രാജാവാണ്. മറ്റുള്ളവരുടെ കളിപ്പാവയായി മാറരുത്. തമ്പുരാനെ, ചതിച്ചു ചതിച്ചു തമ്പുരാനെ. ഒരു വശത്ത് സൈനികർ, മറുവശത്ത് കൊടുമലക്കുങ്ങനും രാജഗുരുവും മന്ത്രിയും. രാജയുദ്ധപതിയിൽ തമ്പുരാനെ. എന്ത്? നാം ഈ കേട്ടതെല്ലാം നേരാണോ? അതേ തിരുമനസേ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുക്കുവാനും കരപ്രമാണിമാരെയും പ്രജകളെയും അടിമകളാക്കുവാനും രാജഗുരുവും മന്ത്രിയും ചേർന്ന് ഒരുക്കിയ തന്ത്രമായിരുന്നു ഇത്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മാടമ്പിയുടെ മകനെ നാം അവിശ്വസിച്ചു. രാജ്യത്തിന്റെ കരുത്തനായ പോരാളിയെ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് നാം കൽത്തുറങ്കിലടച്ചു. പാപിയായ രാജാവാണ് ഞാൻ, പാപിയാണ് ഞാൻ. മഹാരാജാവേ, പിതാവേ, മഹാരാജൻ, സേനാധിപ, നാം ഇവിടെ തന്നെയുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ കൊടുമലക്കുങ്കനെയും രാജ്യദ്രോഹികളെയും ശിരസ് ഛേദിച്ചിട്ടേ ഈ സേനാധിപൻ രാജകൊട്ടാരത്തിൽ മടങ്ങിവരൂ. എന്റെ ഉടവാളാണ് ഈ സത്യം.
മഹാരാജാവേ, എന്റെ ഉണ്ണി, എന്റെ പൊന്നുണ്ണി. കോട്ടയ്ക്കരികിൽ ഒരു കൂട്ടം പ്രജകൾ വാളിനിരയായി. എന്റെ പൊന്നു. ദേശമേ, ഒരു മാതാവിന്റെ വേദനയാണിത്. പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന. കാലമേ, നീ ഇത് കാണുന്നില്ലേ? മഹാറാണി, എന്റെ ഉണ്ണി. കുമാരി, തോഴി, മഹാരാജൻ, സേനാധിപ, നാം യുദ്ധം ജയിച്ചേ. സേനാധിപൻ, ഈ രാജ്യവും രാജകൊട്ടാരവും അഭിമാനം കൊള്ളുന്ന നിമിഷം. ആരവിടെ? ശംഖുനാദവും ജൈബേരിയും മുഴങ്ങട്ടെ. രാജ്യത്തിന്റെ അഭിമാനം കാത്ത സർവ്വസൈന്യാധിപനെ ഈ ദേശത്തിന്റെ പടത്തലവനായി ഒരിക്കൽ കൂടി നാം നിയോഗിച്ചിരിക്കുന്നു. ഈ മലയാള മണ്ണ് ജാതിഭേദ വിദ്വേഷമില്ലാതെ അനന്തപുരി പൊന്നുതമ്പുരാൻ നാടുവാഴുന്ന ദേശമാണ്. അധിനിവേശവും സാമ്രാജ്യത്തിനുമെതിരെ ജനാധിപത്യവും ക്ഷേമവും ഐശ്വര്യവും സംരക്ഷിക്കുവാൻ ഈ നാടിനും നാട്ടാർക്കും വേണ്ടി രാജ്യത്തിന്റെ സർവ്വസേനാധിപനായി നാം മുന്നിൽ നിന്ന് പോരാടും. ഈ ഉടവാളാണ് സത്യം. നാടുവാഴുന്ന പൊന്നുതമ്പുരാനാണ് സത്യം. പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. അനന്തപുരി മഹാരാജൻ നീണാൾ വാഴട്ടെ. ആഡംബി സേനാധിപൻ നീണാൾ വാഴട്ടെ. യുദ്ധം ജയിച്ചേ. മഹാരാജൻ യുദ്ധം ജയിച്ചേ. സഹൃദയരെ, ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. മാനവികതയുടെ തീപ്പന്തം പേറാൻ സാഹോദര്യത്തിന്റെ ചെറുകൈകൾ ഉയരുക തന്നെ ചെയ്യും. ജനാധിപത്യത്തിന് വേണ്ടി. നാടകരചന സംവിധാനം നന്ദൻ സയ്യന്ത്.